എല്ലാവർക്കും നമസ്കാരം. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. കുറച്ചു നാളുകളായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഇതിൽ പലരും. പുതിയ മുഖങ്ങളുമുണ്ട്, മുഖം കാണുന്നില്ലെങ്കിലും പുതിയ ആളുകളുണ്ട്. ഒളിമ്പസിന്റെ ഒരു വഴിയില് പ്രകൃതി എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പ്രോഗ്രാം നടത്തുന്നത് തന്നെ അതിജീവിക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയുള്ള പരിപാടി എന്ന പേരിലാണ്. എന്താണ് ഈ അതിജീവിക്കുന്നത്? ലോകം ഒരു പ്രത്യേക വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പ്രത്യേക വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഗതിയിൽ നമ്മൾ എവിടേക്കാണ് എത്താൻ പോകുന്നത്? ഒരു വല്ലാത്ത കാലാവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ്. ആ വല്ലാത്ത കാലാവസ്ഥ ചെല്ലും ചെലവും തന്ന് സർക്കാർ വീട്ടിലിരുത്തിയില്ലേ 2-3 കൊല്ലം. അപ്പോ ആ ഇരുത്തം ഇനി ഇതിലും വലുതായിട്ട് വരുന്നുണ്ട്. അത് മറ്റു പല പേരിലായിരിക്കും, കൊറോണയുടെ പേരിലല്ല, മറ്റു പല പേരിലായിരിക്കും. അതിന്റെ പുറകിൽ കൃത്യമായ അന്താരാഷ്ട്ര രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അപ്പോ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തിരുന്ന് നമ്മൾ മാത്രമായിരുന്ന് ജീവിച്ചാൽ പോരാ, നമ്മൾ ഒറ്റക്കെട്ടാകേണ്ടതുണ്ട്. ആ ഒറ്റക്കെട്ടാകുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒറ്റക്കെട്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണെന്നുള്ളതാണ്. 2 പേര് കൂടിയാൽ 3 അഭിപ്രായം വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി, മനുഷ്യന്റെ ഒരു രീതി. അവിടെ വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, വ്യത്യസ്ത യുക്തികൾ, വ്യത്യസ്ത താളങ്ങളെല്ലാം ഉള്ള ആളുകളെല്ലാം ഒരുമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടേറെ കാഴ്ചപ്പാടുകളും ഒട്ടേറെ അഭിപ്രായങ്ങളും എല്ലാം വരും. അവിടെ ഒരു പൊതു അഭിപ്രായം വരണം എന്നുണ്ടെങ്കിൽ ഒരു പൊതുവിശ്വാസധാര നമുക്കുണ്ടായിരിക്കണം. ആ പൊതുവിശ്വാസം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? എല്ലാവരിലും ലീനമായിരിക്കുന്ന, എല്ലാവരിലും പൊതുവായിരിക്കുന്ന ഒന്നിനെ ആധാരമാക്കി നമ്മൾ ഇതിനെ പഠിക്കാൻ ശ്രമിക്കണം. ആ എല്ലാത്തിലും പൊതുവായത് എന്താണ്? ഒരേ ഒരു കാര്യം മാത്രം, പ്രകൃതി. അപ്പോ പ്രകൃതി എന്നതിനെ ആധാരമാക്കി ജീവിതത്തിന്റെ ഓരോ മേഖലകളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇന്ന് അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം സ്നേഹം എന്നുള്ള ഒന്നാണ്. പലതരം സ്നേഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നതിനെ സാധാരണ രീതിയിൽ നമുക്കൊരു പ്രത്യേക കാര്യത്തിലുള്ള ഒരു പ്രത്യേകതരം അഭിനിവേശം എന്നുള്ളതാണ്. എനിക്ക് ഒന്നിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തോട് ഒരു ഇഷ്ടം തോന്നി, ആ ഇഷ്ടം എന്നുള്ളത് ഒരു വല്ലാത്ത അഭിനിവേശമായിട്ട് മാറുമ്പോൾ നമ്മൾ അത് സ്നേഹമാണെന്ന് പറയും. അപ്പോ സ്നേഹം എന്നുള്ളതിന്റെ ഒരു മുഴുവനായ രൂപം എന്താണെന്നുള്ള ഒരു പ്രകൃതി ദർശനമാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ഈ സ്നേഹം എന്നുള്ള പദത്തിന്, അത് സംസ്കൃതത്തിൽ നിന്നും വന്നാണ് സ്നേഹം എന്നുള്ള പദം. സ്നേഹം എന്ന് വെച്ചാൽ വഴുവഴുപ്പ് എന്നാണ് അർത്ഥം. വഴുവഴുപ്പ്. നമ്മള് ഈ വാതിലിന്റെ വിജാഗിരിയിലുമൊക്കെ എണ്ണ തൂവാറുണ്ട്. കാരണം അത് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സമയത്ത് ശബ്ദം വരാതെ, തടസ്സമില്ലാതെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പോ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ടുപോകുവാനുള്ള ഒരു എന്താ പറയാ, സ്നിഗ്ധത എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു വഴുവഴുപ്പിന്റെ ഒരു അവസ്ഥ. ഈ വഴുവഴുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ തമ്മിൽ മുട്ടിയാലും കൂട്ടിമുട്ടാതെ, ഉരസാതെ, ഇഴുകി വഴുകി ഒഴുകി അങ്ങോട്ട് പോവുകയുള്ളൂ. ആ ഒഴുകിപ്പോക്ക് ഉണ്ടാകുന്ന സമയത്ത് കൂട്ടിയിടി ഒഴിവാകും, ഘർഷണം ഒഴിവാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതില്, കഴിഞ്ഞ 3 ദിവസം നമ്മുടെ കൂടെ യാത്ര ചെയ്തവർക്ക് അറിയാം ഈ ഒഴുകിപ്പോകുന്നതിന്റെ പ്രാധാന്യം. നമ്മൾ എങ്ങനെയാണ് ഒഴുകിപ്പോകേണ്ടത്, ഒഴുക്ക് എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒഴുക്കാണ്, ഒഴുക്കേ ഉള്ളൂ, നമ്മളും ഒഴുക്കാണ്. ആ ഒഴുക്കിലൂടെ പോകണം എന്നുണ്ടെങ്കിൽ തടസ്സമില്ലാതിരിക്കണം. ആ തടസ്സമില്ലാതെയാക്കാൻ പ്രകൃതി ഒട്ടേറെ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, വഴക്കമുണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോ ഞാൻ ഒരു നേർത്ത ഒരു വിടവിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്റെ ശരീരത്തെ ഒതുക്കി കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. ഞാൻ ഒരു വാതിലിലൂടെ കടക്കുന്ന സമയത്ത് മറ്റൊരാൾ കയറി വരികയാണെങ്കിൽ അയാൾ കടന്നു പോകാൻ പാകത്തിൽ ഒതുങ്ങി നിൽക്കാനുള്ള ബോധം എനിക്കുണ്ട്. ഈ ഒതുക്കം എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ജീവനുള്ളവയിലും ജീവനില്ലാത്തവയിലും ഒതുക്കം എന്നുള്ളതുണ്ട്. ആ ഒതുങ്ങിക്കൊടുക്കാനുള്ള സ്വഭാവമുണ്ട്. വാതിൽ ആശാരി വന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയി, അടുത്ത ഒരു 3 മാസം കഴിഞ്ഞു, കാലാവസ്ഥ മാറി, വാതിലൊക്കെ ഒന്ന് ചുരുങ്ങി,
പിന്നെ തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടായി എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് തോന്നും ഇത് ബ്ലോക്കായി, ലോക്കായി. അത് നമ്മൾ കണക്കിലാക്കാതെ നമ്മൾ ദിവസവും പിടിച്ചു വലിക്കുകയും തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയും അടയ്ക്കുകയും ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്താൽ പതുക്കെ പതുക്കെ ഈ കൂട്ടി മുട്ടുന്ന ഭാഗങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസി തേയ്മാനമുണ്ടാകും. തേയ്മാനം പിന്നീട് വഴുവഴുപ്പാകും, അവിടെ മിനുസമാകും. പിന്നെ ആ ഘർഷണം ഒഴിവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോ ജീവനില്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ പോലും പിന്നീട് വഴുവഴുപ്പായി മാറാൻ സാഹചര്യമുള്ളപ്പോ ജീവനുള്ള വസ്തുക്കൾക്ക്, ബോധമുള്ള വസ്തുക്കൾക്ക് ഈ വഴുവഴുപ്പിലൂടെ കടന്നു പോകാൻ കഴിയില്ലേ? ആ വഴുവഴുപ്പിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എമ്പാടുമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ശ്ലേഷ്മസ്തരമല്ലോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് വഴുക്കി അകത്തേക്ക് പോകാൻ പാകത്തിലുള്ള ശ്ലേഷ്മത നമുക്കുണ്ട്. മലം പോകുന്ന സമയത്ത്, ശുക്ലം പോകുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഭാഗങ്ങളിലും ഈ ഒരു വഴുവഴുപ്പ് നമുക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ട്. അപ്പോ വഴുവഴുപ്പ് എന്ന് പറയുന്നത് ഭൗതികമായി നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ഭൗതികമായി എല്ലാ ജീവജാലങ്ങൾക്കിടയിലും ഈ ഒരു വഴുവഴുപ്പുണ്ട്. നമ്മളിപ്പോ ഒരു മരത്തിന്റെ തൊലി ഇറുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വഴുവഴുപ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പോ എല്ലായിടത്തും ഈ ഒരു സ്നിഗ്ധത എന്നുള്ളൊരവസ്ഥ ഉണ്ട്. ഉയർന്ന ജീവികളിലേക്ക് എത്തുമ്പോ, ബുദ്ധിയും ബോധവും വികാരവും ഒക്കെയുള്ള ജീവികളിലേക്ക് എത്തുമ്പോ ഈ വഴുവഴുപ്പിന് പുതിയ പുതിയ മാനങ്ങൾ വന്നു ചേരും. ആ പുതിയ മാനങ്ങൾ വന്നു ചേരുന്നതിന്റെ ഒരു പൊതു പേരാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. എനിക്കൊന്നിനോടൊരു താല്പര്യം തോന്നിയാൽ നമ്മൾ അതിനെ ഇഷ്ടം എന്നാണ് പറയുക. ഒരു പൊതുവെയുള്ള താല്പര്യം തോന്നിയാൽ ഇഷ്ടം എന്ന് പറയും. താല്പര്യം തോന്നാതിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടക്കുറവ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ താല്പര്യം തോന്നാത്തതിനെ കുറിച്ചോ ഇഷ്ടക്കുറവിനെ കുറിച്ചോ അല്ല ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു വശത്തെ കുറിച്ച് മിണ്ടുന്നില്ല. മിണ്ടാത്തപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നല്ല അർത്ഥം. പകരം ഇഷ്ടക്കുറവ്, ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളെല്ലാം മനുഷ്യ സഹജമാണ്. അവയെല്ലാം ഉണ്ട്. നമുക്ക് ഇതുണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കും. ഇതിന്റെ മറുപക്ഷമായിട്ട് ധ്രുവതയുടെ നിയമം അനുസരിച്ച്, ദ ലോ ഓഫ് പൊളാരിറ്റി അനുസരിച്ച് നമുക്ക് ഇവിടെ എന്തൊക്കെ പറയുന്നു ഇതിന്റെ മറുപക്ഷം നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അത് ചർച്ച ചെയ്യാനല്ല നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് എന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് വെച്ച് അതില്ല എന്ന് ഗണിക്കരുത്. അപ്പോ നമുക്ക് ഈ ഇഴുകി വഴുകി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഈ സ്നേഹം എന്നുള്ളത്. അപ്പോ ഇഷ്ടം എന്നുള്ളത് എനിക്ക് ഒന്ന് വേണമെന്നുള്ള തോന്നലാണ്, എനിക്ക് അതിനോടുള്ള അടുപ്പമാണ്, അഭിനിവേശമാണ്, അതിനോട് ചേർന്ന് പോകാനുള്ള ത്വരയാണ് ആ ഇഷ്ടം എന്നുള്ളത്. ഇഷ്ടം എന്നതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ തന്നെ മറ്റൊരു മുഖമാണ് സ്നേഹം എന്ന് പറയുന്നത്, ഈ വഴുവഴുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടം പരസ്പരം അഭിമുഖമായി ആകർഷിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ ആകർഷണത്തിൽ കൂട്ടിമുട്ടലില്ലാതെ കടന്നു പോകുവാനുള്ള വഴിയാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോ സ്നേഹം എന്നുള്ള ആ ഒരു വികാരം ഉയർന്ന വികാരമാണ്, നല്ല വികാരമാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഈ നല്ല വികാരങ്ങളില് നമുക്ക് സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, പൊതുഭാഷയിൽ സ്നേഹത്തെ മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിൽ ഇപ്പോ എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് പണ്ട് നമ്മള് ഉമ്മറൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ പ്രേം നസീറൊക്കെ പറയും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറയും. ഞങ്ങൾ പ്രണയത്തിലാണ് എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ്, ഞങ്ങൾ സ്നേഹത്തിലാണെന്ന് പറയും. ഈ സ്നേഹം എന്നുള്ളത് അമ്മയും കുഞ്ഞും തമ്മിൽ സ്നേഹമാണ്, മുതലാളിയും തൊഴിലാളിയും തമ്മിൽ സ്നേഹമാണ്, ഉടമസ്ഥനും പട്ടിയും തമ്മിൽ സ്നേഹമാണ്. അപ്പൊ ഇവിടെയെല്ലാം സ്നേഹം എന്നുള്ള വികാരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ആ സ്നേഹത്തിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പൊതുഭാഷയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്തരം വ്യവഹാരങ്ങളിലൊക്കെ തന്നെ പറയുന്നത്. സത്യത്തിൽ അതിന് ഇറോസ് എന്ന് പറയുന്ന ലൈംഗിക അഭിവാഞ്ച എന്ന് പറയുന്നതിൽ ഒന്നായിട്ടാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ, അല്ലെ സ്നേഹം എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ സാധാരണ വിവക്ഷിക്കുക. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ വഴിക്ക് തിരിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പൊ ഞാനും എന്റെ സുഹൃത്തും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇഷ്ടം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഉപാധികളൊന്നും ഇല്ലാതെ ഇഷ്ടം, ഉപാധികളോടുള്ള ഇഷ്ടവും ഉണ്ടായിരിക്കാം, എങ്കിലും സാധാരണ രീതിയിൽ നല്ല സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആഴത്തിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഫിലിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ +2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ
ഒരു കല്യാണത്തിന് +2-കാരൊക്കെ കൂടെ ഒരിടത്ത് കൂടിയിരിക്കട്ടെ, ഇതില് രണ്ടുപേരും തമ്മിലുള്ള ക്രഷ് ഒക്കെ ഉണ്ടാവും. അപ്പോ കളിച്ചു ചിരിച്ചുകൊണ്ട് ഇവര് തമ്മിലുള്ള ആ പുതിയ ഇഷ്ടങ്ങൾ അവിടെ കിടന്ന് ആമ്പെടുക്കും, പൂവിടും. അതൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് ഈ ലൂഡോ കളിക്കുന്നത് പോലെ നിന്ന് നിപ്പിൽ ഉണ്ടാവുന്ന പ്രേമവും നിന്ന് നിപ്പിൽ ഉണ്ടാവുന്ന ഇഷ്ടവും നിന്ന് നിപ്പിൽ ഉണ്ടാവുന്ന പരിഗണനയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള അവസ്ഥയുണ്ട്. അതിനെ ലൂഡോ കളിക്കുന്നത് പോലെ ലൂഡസ് എന്ന് പറയുന്ന ഒരു പേരിട്ടാണ് ഗ്രീക്ക് ഭാഷയിൽ വിളിക്കുന്നത്. അപ്പൊ അവിടെ തന്നെയുള്ള ചില ആളുകളുണ്ട്. ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില ആളുകളുണ്ട് എല്ലാവരെയും പരിഗണിക്കും, എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്ന രീതിയിൽ, അല്ലെ? നമ്മുടെ സുഹൃത്തുക്കളിൽ ചിലരുണ്ടാവും എല്ലാവർക്കും വേണ്ടത് ഒക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ, എല്ലാവർക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാവരെയും പരിഗണിച്ച അവസാനം ഇയാളുടെ കാര്യം കൊളമാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. അതിനെയാണ് നമ്മൾ അഗാപ്പെ എന്ന് പറയാം. ഒരു എല്ലാത്തിനോടും ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം. ആ ഇഷ്ടത്തിന്റെ പുറകിലുള്ള കാര്യങ്ങളെ നമ്മൾ പഠിച്ചു പോയാൽ മനസ്സിലാവും ഇയാള് ആ ലോകത്തെയും ജീവിതത്തെയും മനസ്സിലാക്കിയിട്ടല്ല, പക്ഷെ ഇയാളുടെ ഉള്ളിൽ ഒരു നന്മയുടെ യുക്തിയുണ്ട്, നന്മ എന്ന യുക്തിയുണ്ട്. ഇതേ ഇഷ്ടം തന്നെ അയാള് നന്മ ചെയ്യുന്നതല്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇഷ്ടം നേരെ തിരിഞ്ഞു നിൽക്കും, വെറുപ്പായി മാറും. ഇത് ഒരു മറുമുഖമുണ്ട് അതിന്. എങ്കിലും അഗാപ്പെ എന്ന് പറയുന്നത് എല്ലാത്തിനോടുള്ള ഒരു ഇഷ്ടം എന്നുള്ള രൂപത്തിലാണ്. ഇപ്പോ ദമ്പതികള് ചിലരുണ്ടല്ലോ, ഇപ്പോ 70-80 വയസ്സായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകുന്ന, ഒരുമിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ദമ്പതികളുണ്ടല്ലോ, അവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രാഗ്മയുടെ ഒരു തരം പ്രണയമാണ്, ദീർഘകാലത്തിലുള്ള ആ ഒരു ചേർന്നു പോക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹങ്ങളുണ്ട്. ഫിലോഷിയ അല്ലെങ്കിൽ ഫിലൗട്ടിയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് സത്യത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്, പലർക്കും ഉണ്ടാകാറില്ല. ചിലർക്ക് ഉണ്ടാകുന്നത് വികലമായിട്ടാണ്. അത് സ്വയം സ്നേഹമാണ്. എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹം. എനിക്ക് എന്റെ ശരീരത്തോടും എന്റെ ആരോഗ്യത്തോടും എന്റെ നന്മയോടും എന്റെ നിലനിൽപ്പിനോടും എനിക്ക് സ്നേഹമില്ലെങ്കിൽ എന്റെ ജീവിതം കഷ്ടം ആയിരിക്കും, ദുരിതപൂർണമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഈ ഇഷ്ടം ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. തന്നോട് മാത്രം ഇഷ്ടമുള്ള വേറെ കുറച്ച് പേരുണ്ട്. സ്വാർത്ഥതയാണ് അവരുടെ പക്ഷം. അത് മറ്റുള്ളവർക്കൊക്കെ ശല്യമായിരിക്കും ആ ഒരവസ്ഥ. അങ്ങനെയല്ലാതെ തന്നോട് തന്നെ മതിക്കുക, താൻ എന്നുള്ളൊരു അവസ്ഥയെ അംഗീകരിക്കുക, ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എന്നാൽ പൊതുസമൂഹത്തിൽ അഭിമതനായി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫിലോഷിയ എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഓരോ കുടുംബങ്ങളിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബസ്നേഹം, കുടുംബത്തിലെ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം, അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഞങ്ങളൊരു കുടുംബത്തിലാണെന്ന് പറയുന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഇതാണ് സ്റ്റോർജ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഗ്രീക്ക് ഭാഷയിലുള്ള കുറെ കാഴ്ചപ്പാടുകളാണ്, ഗ്രീക്ക് സംസ്കാരത്തിലുള്ള കുറെ കാഴ്ചപ്പാടുകളാണ്. പക്ഷെ ഇതിനെ ഒരു പൊതു മാനദണ്ഡമായിട്ട് എല്ലാവരും വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതിലൊക്കെ അപകടം പിടിച്ചൊരു സാധനമാണ് ഈ മാനിയ എന്ന് പറയുന്നത്. മാനിയാക്ക് എന്ന് പറഞ്ഞാൽ അറിയല്ലേ, മനോരോഗം എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ മാനിയ എന്ന് പറയുന്നത് ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള പ്രേമം. എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്നു. എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതാണ് മാനിയ. അപ്പൊ ഈ രീതിയിലുള്ള സ്നേഹങ്ങളുടെ ഒരു കൂട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലിസ്റ്റിലൊന്നും പെടുത്താത്ത കുറെ സ്നേഹഭാവങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ വെറുതെ പൊതുലോകം വിളിച്ചു കൊണ്ടുപോകുന്ന, നമ്മൾ പൊതുലോകം മനസ്സിലാക്കി വെക്കുന്ന കുറച്ച് സ്നേഹങ്ങളാണ്. അതിന് പകരമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആ പ്രകൃതി കേന്ദ്രിത ജീവിതത്തിൽ, സുസ്ഥിര ജീവനം എന്ന് പറയുമ്പോൾ നിലനിൽപ്പിനെ ആധാരമാക്കി പ്രകൃതി കേന്ദ്രിതമായിട്ട്, മനുഷ്യനാണ് പ്രകൃതിയുടെ കേന്ദ്രം ചിന്തിക്കുന്നതല്ല, പ്രകൃതി കേന്ദ്രിതമായി നാം ഒരുമിച്ച് ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ, നിങ്ങൾ എന്റെ കൂടെ വന്ന് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇനി അങ്ങനെ വരുന്നില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിങ്ങൾ ചെറു കൂട്ടങ്ങൾ ഉണ്ടാക്കി അവിടെ സ്വാശ്രയത്വത്തോടുകൂടി ജീവിക്കേണ്ട ഒരു സംവിധാനം അധികം വർഷം കഴിയുന്നതിന് 6 വർഷം കഴിയുന്നതോടുകൂടി നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. നിർബന്ധമായും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിന്റെ ഭാവങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല. ഇവിടെ ഞാൻ പറയുന്നതിന്റെ പ്രസക്തി എന്താ വെച്ചാൽ, ഈ ഒരു കോണ്ടെക്സ്റ്റ്, സുസ്ഥിര ജീവനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ സ്നേഹം എന്നുള്ളതിന്റെ പ്രാധാന്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതിലെ അഗാപ്പെ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ആ അഗാപ്പെ എന്നുള്ള സ്നേഹം ഉള്ളവരാണ് ഈ സാധാരണ സുസ്ഥിര ജീവനത്തെ കുറിച്ചും, നമ്മൾ പൊതുവായിട്ട് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചും, നമ്മളൊരു കമ്മ്യൂണിറ്റി ആകണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ പറയുക. നിങ്ങൾ പൊതു വഴിയിലേക്ക് ഇറങ്ങിയാൽ നടക്കുന്ന വഴിയിൽ ഒരു മുള്ളു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ മുള്ളു ചാടിക്കിടന്ന് പോവാം, അങ്ങനെ ഒരു യാത്ര ചെയ്യാം.
അതിനു പകരം നിങ്ങൾ അവിടെ വേറെ ആരെയും കാണുന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം ആ വഴി നമ്മളെപ്പോലെ മറ്റു പലരും വരുമെന്ന്. ഈ മുള്ളെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, മുള്ളിനെ എടുത്ത് ഒടിച്ചു കളയാം, ദേഷ്യം കാണിക്കാം. അതിനു പകരം മുള്ള് എടുത്ത് മാറ്റി അടുത്ത വേലിയുടെ മുകളിൽ വെക്കുകയാണെങ്കിൽ അടുത്ത് വരുന്ന ആളുടെ കാലിൽ കുത്താതിരിക്കും. ഈ ഒരു ശ്രദ്ധ, കരുതൽ എന്ന് പറയുന്ന കാര്യം പൊതുവായ കാര്യങ്ങളിൽ നിർവഹിക്കുന്നതാണ് അഗാപ്പെ എന്ന് പറയുന്നത്. നമ്മളൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വൃദ്ധൻ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ വെറുതെ നിൽക്കുന്ന ഒരു വൃദ്ധൻ കയറി വരുന്ന സമയത്ത് ആള് കയറി വരുമ്പോ നടക്കാൻ ബുദ്ധിമുട്ടെങ്കിലും പതുക്കെ പോയി ഒന്ന് പിടിച്ച്, ഈ വൃദ്ധൻ ആരാണെന്നൊന്നും അറിയില്ല, കയറി പിടിച്ച് കൊണ്ട് ഒരിടത്ത് ഇരുത്തി, ഒരു ചെയറെടുത്ത് കൊടുത്ത് ഇരുത്തി, ആ വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ണാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോയി കൈ കഴുകിച്ച് കൊണ്ടിരുത്തി, ആരാണെന്ന് അറിയില്ല, പക്ഷെ വേണ്ടത് ചെയ്ത്. ഒരു ബസ്സിൽ കയറുമ്പോ ഒരു ആവശ്യക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടത് ചെയ്ത്, അങ്ങനെ പോകുന്ന പൊതുനന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു കാഴ്ച, അതാണ് അഗാപ്പെ എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ സുസ്ഥിര ജീവനത്തിന്, സാമൂഹ്യ ജീവിതത്തിന് തയ്യാറാകുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകേണ്ട ഒന്നാണ്. എന്റെ നേരെ ഒരാൾ ഒരു കൈ നീട്ടുന്ന സമയത്ത് കൈ കെട്ടി നിൽക്കുന്ന ഒരു ഭാവം മുമ്പിൽ ഒരാൾ കാണിച്ചാൽ, അല്ലെങ്കിൽ എന്റെ നേരെ ഒരാൾ കൈ നീട്ടുന്നു, ഞാൻ അയാളുടെ നേരെ കൈ കെട്ടി നിൽക്കുന്നത് കാണിച്ചാൽ ഞാൻ വിമുഖനാണെന്നാണ് അർത്ഥം, ഞാൻ അഭിമുഖനല്ല എന്നാണ് അർത്ഥം. അതിനർത്ഥം ഞാൻ അയാളെ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാനേ സ്വീകാര്യനല്ല എന്നുള്ളതാണ്. പ്രകൃതിയുടെ പൊതു സംവിധാനത്തിൽ നിന്നും ഇയാൾ വിച്ഛേദിതനാണ്. യുക്തിയാൽ, ഇയാളുടെ അഹങ്കാരത്താൽ ഇയാൾ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്നാണ്. ഇത് മാറണമെങ്കിൽ, ഇത് മാറിപ്പോകണമെങ്കിൽ നിർബന്ധമായും അയാൾക്ക് പൊതുലോകത്തോടുള്ള ഒരു തുറവി ഉണ്ടായിരിക്കണം. ആ തുറവിയാണ് അയാളുടെ സ്നേഹം. അവിടെയാണ് അയാളുടെ വഴുവഴുപ്പ്, സ്നിഗ്ധത എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്. അയാൾക്ക് എല്ലാമായിട്ടും പൊരുത്തപ്പെട്ടു പോകുവാനുള്ള അവസ്ഥ. ആരെ കണ്ടാലും എവിടെ കണ്ടാലും അതിനോടൊക്കെ ചേർന്നു പോകാൻ പറ്റാതെ, അതിനോടൊക്കെ ഒരു തരം വിരുദ്ധത തോന്നി അതിനെയൊക്കെ കൗണ്ടർ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ സാമൂഹ്യാവസ്ഥയെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇപ്പൊ ഒരു വീട്ടിൽ 4 പേരുണ്ടെന്നിരിക്കട്ടെ, ആ 4 പേരും തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ ആ വീട് പ്രക്ഷുബ്ധതയുടെ സ്ഥലമായിരിക്കും, കലഹമായിരിക്കും അവിടെ ഉണ്ടാവുക, അവിടെ സമാധാനം എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല. അതിലെ ഒരാൾ ഈ മാനസികാവസ്ഥയും ഈ ഒരു പ്രയോഗവുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി എന്നിരിക്കട്ടെ, ഇതേ മാനസികാവസ്ഥയും കൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പാണ് അയാൾ പോകുന്നിടത്തെല്ലാം തന്നെ ഈ പ്രക്ഷുബ്ധതയുടെ ഒരു മണ്ഡലം അയാൾ തുറന്നുകൊണ്ടേയിരിക്കും. അയാൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ ആ കമ്മ്യൂണിറ്റിയിൽ ഛിദ്രത ഉണ്ടാക്കും, അവിടെ പ്രക്ഷുബ്ധത ഉണ്ടാവും. അങ്ങനെ ആകാതിരിക്കാനുള്ള ഒരു വീക്ഷണമാണ്, നിലപാടാണ് അഗാപ്പെ എന്ന് പറയുന്നത്. പൊതുവായ എല്ലാത്തിനുമോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. എല്ലാത്തിനോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരോടുള്ള സ്നേഹം. പാമ്പിനോട് ദേഷ്യം, പട്ടിയോട് ദേഷ്യം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതങ്ങനെയല്ല. സർവ്വജീവജാലങ്ങളോടും സർവചരാചരങ്ങളോടുമുള്ള ഒരേപോലെയുള്ള സ്നേഹം. ഉറപ്പായിട്ടും എന്റെ മകൻ അതിന്റെ വഴിയിൽ ഈ മണ്ഡലത്തിൽ വരികയാണെങ്കിൽ എന്റെ മകനോട് എനിക്ക് ഒരു പ്രത്യേക താല്പര്യം കൂടുതൽ കാണും. അത് ജൈവികമാണ്, സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴും എന്റെ മകന് ഭക്ഷണം കൊടുക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു കുട്ടിക്കും ആ ഭക്ഷണം പകർന്നു നൽകാനുള്ള ആ തുറവി എന്നുള്ളതാണ് ഈ അഗാപ്പെ എന്ന് പറയുന്നത്. അപ്പോ ഈ എന്റെ മകൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞിന് കൂടെ ഇത് കൊടുക്കണമെങ്കിൽ ആ പൊതുസ്നേഹത്തിന്റെ കുറച്ചുകൂടെ കേന്ദ്രീകൃത ഭാവം വരേണ്ടി വരും. അതിനെയാണ് നമ്മൾ സഹാനുഭൂതി എന്ന് പറയുന്നത്, എംപതി എന്ന് പറയുന്നത്. സഹാനുഭൂതി. നമ്മൾ മറ്റു ജീവജാലങ്ങളെ കണ്ടു, മറ്റൊരു വ്യക്തിയെ കണ്ടു, നമ്മുടേത് എന്നുള്ള ഒരു ബ്രാൻഡ് അതിനില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ അതിനില്ല. എന്റേതാണ്, എന്റെ സ്വന്തമാണ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇല്ല. പക്ഷെ അയാളെയും കൂടെ എന്റേതെന്ന നിലയിൽ കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ അയാളുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയിൽ കാണുന്നതിനാണ് എംപതി എന്ന് പറയുക, സഹാനുഭൂതി എന്ന് പറയുക. ഈ സഹാനുഭൂതി എന്ന് പറയുന്നത് ഒരു പരിഗണനയാണെങ്കിൽ, സഹ അനുഭൂതി, അയാൾ അനുഭവിക്കുന്നത് എന്തോ അതിനോട് ചേർന്ന് തുടർന്ന് അനുഭവിക്കുന്നതാണ് അനുഭൂതി. അയാളുടെ വിശപ്പുണ്ടെങ്കിൽ ആ വിശപ്പിനെ ഞാൻ അറിയുന്നു, അയാൾക്ക് വിശപ്പുണ്ടാകുന്നു എന്നതിനെ തുടർന്ന് ഞാൻ അറിയുന്ന അവസ്ഥയാണ് അനുഭൂതി. തുടരുന്നത് ഭൂതി, അയാൾക്ക് ഭൂതമായിരിക്കുന്നത്, ഭൂതങ്ങളാൽ ബോധ്യമാകുന്നത് എന്തോ അതിനെ അനുഭവിക്കുന്നതാണ് അനുഭൂതി. ആ അനുഭൂതിയെ നല്ലപോലെ തൊട്ടറിയുമ്പോഴാണ് നമ്മിൽ കരുണ ഉണ്ടാവുക. കരുണ, അതാണ് കമ്പാഷൻ എന്ന് പറയുക. കമ്പാഷൻ നമുക്ക് ഒരു മൂല്യവത്തായ, ഞാനിപ്പോ പറയുന്നതെല്ലാം സ്നേഹത്തിന്റെ മൂല്യവത്തായ ഭാവങ്ങളെ കുറിച്ചാണ്. അപ്പോ ഈ കമ്പാഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് അവരോട്
നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിയോട്, ഒരു പട്ടിയോട്, ഒരു പാമ്പിനോട്, ഒരു തേളിനോട് നമുക്ക് തോന്നുന്നു കമ്പാഷൻ. അതിങ്ങനെ വാലും പൊക്കി വരുന്ന സമയത്ത് അതിനറിയില്ല നമ്മൾ അതിനോട് സ്നേഹഭാവത്താണ് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് അതിന്റെ മോളിൽ കയറ്റ പോട്ടെ മോനെ എന്ന് പറഞ്ഞ് തൊട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൊത്ത് കിട്ടും, അല്ലെങ്കിൽ ഒരു കുത്ത് കിട്ടും. അത് നമ്മൾ വേദനയും കൊണ്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോയി എന്ന് വരും. അതല്ല കമ്പാഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മുകളിൽ കരുതൽ വേണം. പാവം ഒറ്റപ്പെട്ട എറുമ്പ് എന്റെ താടിയിൽ കയറി, ഞാൻ അവന്റെ വീട്ടിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞ് എറുമ്പിൻ കൂട്ടി കൊണ്ട് താടി വെച്ച് കൊടുത്ത ഒരു സന്യാസിയുടെ കഥ പോപ്പുലറാണ്. അപ്പൊ ഇതുപോലെയുള്ളതല്ല. നമുക്ക് സെൻസ് വേണം, നമുക്ക് ശരിയായ വിധത്തിലുള്ള സെൻസ് വേണം. എന്നിട്ട് അവയോട് ദീനാനുകമ്പ കാണിക്കാനുള്ള ആ തുറവി ഉണ്ടാകുന്നതാണ് കരുണ എന്ന് പറയുന്നത്. ഈ കരുണ എന്നുള്ളത് നിരാലംബനോട് നമുക്ക് തോന്നേണ്ടതുണ്ട്. ആലംബമില്ലാത്തവനോട് നമുക്ക് തോന്നേണ്ടത് കരുണയാണ്. അവന് വേണ്ടത് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നമുക്കില്ലേ? ഉണ്ട്. അതിനാണ് നമ്മൾ ധർമ്മം ചെയ്യുക എന്നൊരു പദം ഉപയോഗിച്ചിട്ട് നമ്മുടെ സംസ്കാരങ്ങളെല്ലാം തന്നെ തുടർന്നു വന്നിരുന്നത്. നമ്മളതിനെ ധർമ്മം എന്നുള്ള പേര് മാറ്റിയിട്ട് ഭിക്ഷ എന്നാക്കി. ഭിക്ഷാടകരെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള രീതിയിലാക്കി. ഭിക്ഷാടകരെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ബോർഡുകൾ വരെ വന്നു. അതിനൊരു മാർഗമായിട്ട് ഇപ്പൊ പുതിയ കൊറോണ കാലം നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരികയും ചെയ്തു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ധർമ്മക്കാർ വരാറുണ്ട്. അത് ധർമ്മം, ഇത് പ്രത്യേകിച്ച് ഈ ഗുരുകുലത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ധർമ്മം എന്നുള്ള രൂപത്തിൽ അവരുടെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ തന്നെയാണ് വരിക. ഭക്ഷണം വേണമെന്ന് പറയും, നമ്മൾ ഭക്ഷണം കൊടുക്കും, അവർ വന്ന് കയറിയിരിക്കും, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കും. ഇതൊരു ഇന്ററാക്ഷനാണ്. അപ്പൊ അവരോട് നമ്മൾ കാണിക്കുന്ന കരുണ തിരിച്ച് അവർ നമുക്കും കാണിക്കുന്ന കരുണ. ഈ നാട് സുമ്മാ കിടന്നാലും കിടക്കുന്ന ഒരു തമിഴിലൊരു പോപ്പുലർ സോങ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ സോങ് ഉണ്ടാക്കിയത് ഒരു ഭിക്ഷാടകനാണ്, ട്രെയിനിലൊരു ഭിക്ഷാടകൻ. ആ ഭിക്ഷാടകനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിൽ പോകുമ്പോൾ കാണും. അപ്പൊ കാണുന്ന സമയത്ത് അയാൾ ട്രെയിനിൽ ഭാര്യയും മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. എല്ലാവരും വിളിച്ചിട്ട് വന്ന് രണ്ടെടുത്തുകൊണ്ട് കാണിക്കും. ഒരു പ്രാവശ്യം പറഞ്ഞു, സാർ ഇറങ്ങണം എന്ന്. എന്നോട് ഞാൻ ഇറങ്ങി. എന്നെ വിളിച്ചിട്ടുണ്ട് അയാള് അമ്പത്തൂരുള്ള ഒരു ഹോട്ടലിലേക്ക് ചെന്നു, റെയിൽവേ സ്റ്റേഷനിലുള്ള ഹോട്ടലിൽ ചെന്നു. എന്നിട്ട് അവിടെയുള്ള ഏറ്റവും നല്ല ബിരിയാണി അയാൾ ഓർഡർ ചെയ്തു. അപ്പൊ ഞാൻ ഇന്ന് നോൺ വെജ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നു. എന്നിട്ട് ഞാനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാള് അതിനുള്ള പണം ഞാൻ കൊടുക്കും, നിങ്ങളല്ല, ഞങ്ങൾക്ക് നിങ്ങളല്ല വാങ്ങിച്ചിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ് തരുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അയാൾ വല്ലാതെ പരിഗണിച്ചിട്ടുണ്ട്. മറ്റൊരു അവസരത്തിൽ അയാളുടെ ഇടത്ത് കൊണ്ടുപോയിട്ട് അയാള് അമ്പലത്തിലെ കൂള്, അത് ഈ ധാന്യക്കഞ്ഞി എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോ അവിടെ ആതിഥ്യത്തിന്റെ പേരിലാണെങ്കിലും അവിടെ കരുണയാണ് കാണിക്കുന്നത്. അപ്പോ ഈ കരുണ എന്നുള്ളൊരവസ്ഥ, ഞാൻ പറഞ്ഞത് ഇപ്പോഴും കരുണയുടെ ഭാവങ്ങൾ ധർമ്മം എന്നുള്ള രൂപത്തിൽ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യരോടുള്ള, ജീവജാലങ്ങളോടോ അതുമുണ്ട്. അതിനെ വിറ്റ് കാശാക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ. അതവിടെ ഇരിക്കട്ടെ, അതല്ല, അപവാദങ്ങൾ ഒന്നിനും ഇല്ലാതെയില്ല. ഞാൻ അവയെക്കുറിച്ചല്ല പറയുന്നത്. ഈ കരുണയുടെ ഭാവം നമ്മുടെ ചുറ്റുമുണ്ട്. അത് നമ്മളിലുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അഗാപ്പെ നമ്മളിലുണ്ടോ? ഈ എംപതി എന്നുള്ളത് നമ്മളിലുണ്ടോ? നിങ്ങളിലുണ്ടോ എംപതി എന്നുള്ളത്? എംപതി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദീനാനുകമ്പ ഉണ്ടെങ്കിൽ, സഹാനുഭൂതി ഉണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും സഹാനുഭൂതി എന്നുള്ളത് ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായും അവന്റെ ബുദ്ധിമുട്ടിൽ നിങ്ങൾ അസ്വസ്ഥമാകുമെങ്കിലും നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള ശാന്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അവന് ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് അവന് വേണ്ടത് കണ്ടെത്തി കൊടുക്കാനുള്ള പ്രവണത ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിൽ ഒതുങ്ങിക്കൂടി, നിങ്ങൾ എന്ന ഒരു ഏകകത്തിൽ ഒതുങ്ങി നിങ്ങളുടെ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണുന്ന ഒരു അവസ്ഥയിൽ നിന്നും പൊതുവായി കണ്ട് നിങ്ങളുടെ വികാരങ്ങൾക്ക് ബാലൻസ് വരുന്ന ഒരു അവസ്ഥ കൊണ്ടുവരാൻ പറ്റും. വൈകാരിക ബുദ്ധി ഉണ്ടാകേണ്ടവർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് എംപതി. അതിനെ തുടർന്നാണ് വരുന്നത് ഈ കമ്പാഷൻ അല്ലെങ്കിൽ കരുണ എന്നുള്ളത്. കരുണ അവനവനോട് വേണം ആദ്യം തന്നെ, പിന്നെ മറ്റു ജീവജാലങ്ങളോട്, മനുഷ്യരോട്, എല്ലാത്തിനോടും കരുണയുണ്ടാവുന്ന ഭാവത്തിൽ നമുക്ക് അവന്റെ വേദനകളെല്ലാം തന്നെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീർ പൊടിപ്പിക്കുന്നതായിരിക്കും. കാരണം ഞാൻ അവന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഒരു വിച്ഛേദിതമായ വ്യക്തി എന്നുള്ള അവസ്ഥയിൽ നിന്നും ഞാനൊരു സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നത്. ഞാൻ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, എന്റെ കരങ്ങൾ വെളിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ എന്നിൽ കരുണയുണ്ടാകുമ്പോഴാണ്. ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന സമയത്ത് അതുണ്ടാവില്ല. അപ്പോ ഞാൻ പുറത്തുനിന്ന് കാണുന്ന വ്യക്തികളെ, വസ്തുവിനെ, വസ്തുതകളെ ഒക്കെ കരുണയോടെ കാണുന്ന സമയത്ത് സത്യത്തിൽ അത് എന്റെ ഭാഗമായിട്ടില്ല, ഞാനുമായിട്ട് അടുത്തിട്ടില്ല, ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല.
ഞാനുമായിട്ട് ഭൗതികമായ ബന്ധങ്ങളില്ല, എങ്കിലും എനിക്ക് അതിനോട് കരുണയാണ് എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ, ഈ കരുണയുടെ അടുത്ത മറ്റൊരു ഒരു ഭാവം, കരുണയില്ലാതെ തന്നെ എനിക്ക് പരിചയം എന്നുള്ള രൂപത്തിൽ വരാം, അല്ലെ? ഞാൻ കാര്യങ്ങളെ സ്ഥിരമായിട്ട് കാണുന്നു, ഒരു കാര്യത്തെ കണ്ടു, വീണ്ടും കാണുന്നു, അപ്പൊ എനിക്കറിയാം ഇത് ഇവിടെയാണുള്ളത്, അവിടെയാണുള്ളത്, അയാൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഈ പരിചയത്തെ ദുരുപയോഗിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുടെ അവയല്ല നമ്മുടെ വിഷയം. ഈ പരിചയം എന്ന് പറയുന്നത്, നമ്മുടെ അയൽക്കാരനെ നമുക്ക് പരിചയമുണ്ട്, നമ്മൾ സ്ഥിരം പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലെ കടക്കാരനെ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ ഈ പരിചയങ്ങളുണ്ട്. ഈ പരിചയപ്പെടുന്നവരെ ഒന്നും കണ്ട് നമ്മൾ ഇരിക്കാറില്ല കേട്ടോ. എന്നിട്ടോ നമ്മൾ പുതിയൊരു സ്ഥലത്ത് വെച്ച് അവരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എന്നൊരു ചോദ്യവും ചോദിക്കും. അത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. എന്നാൽ ഈ പരിചയം എന്നുള്ള കാര്യം, നാം ഒറ്റയ്ക്കല്ല, എനിക്ക് ബന്ധങ്ങളുണ്ട് എന്ന് നമ്മെ എപ്പോഴെങ്കിലും ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഇടപെടലാണ് പരിചയം എന്ന് പറയുന്നത്. ഈ പരിചയം എന്നുള്ളത് ഞാൻ അതിനെയൊക്കെ കണ്ടു എന്ന് അറിഞ്ഞിരിക്കുമ്പോൾ അത് പരിചയം മാത്രമാണ്. മറ്റൊരു വേദിയിൽ വെച്ച് നമ്മൾ അതിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നാം ഒറ്റയ്ക്കല്ല, അവിടെ അവരുമായി ബന്ധമുണ്ട് എന്നുള്ളത്. അപ്പോ കരുണ എന്നുള്ള ഒരവസ്ഥയ്ക്കും അപ്പുറത്ത് ബന്ധങ്ങൾ തുടങ്ങുന്നത് ഈ എന്താ പറയാ, ഈ പരിചയത്തിന്റെ, അക്വൈന്റൻസിന്റെ ഒരു തലത്തിൽ നിന്നിട്ടാണ്. അത് ചിലപ്പോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സമയത്ത് അത്തരം വ്യക്തികളോട്, വസ്തുക്കളോട്, മൃഗങ്ങളോട്, ജീവജാലങ്ങളോട്, മറ്റേ മരങ്ങളോട്, അല്ലെങ്കിൽ ഇടങ്ങളോട്, സമയങ്ങളോടൊക്കെ നമുക്ക് അടുപ്പം തോന്നും, അഫിനിറ്റി എന്നുള്ളൊരവസ്ഥ. ഈ അഫിനിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അഫിനിറ്റിയുടെ ഒരു രൂപമാണ് വാത്സല്യം എന്ന് പറയുന്നത്. നമ്മിലും ബലഹീനമായിട്ടുള്ളവയോട്, നമ്മിലും ചെറുതായവയോട് നമുക്ക് തോന്നുന്ന ഒരു അടുപ്പം. അതിന് നമുക്ക് പരിചയം പോലും വേണമെന്നില്ല, നമുക്ക് അവരെ പരിചയം വേണം. നമുക്കൊരു ആടിന്റെ കുട്ടിയെ കണ്ടു, ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു ആടിന്റെ കുട്ടിയെ കണ്ടു, ഞാൻ അതിനെ എടുത്തോണ്ട് നടന്നു. അപ്പോ നമുക്കതിനെ പരിചയമില്ല. പക്ഷെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരാൾ, ഒരു മുതിർന്ന ഒരാൾ എന്ന് മാത്രമേ അറിയുള്ളൂ. ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യം തോന്നും. ഞാൻ ഇന്നലത്തെ പ്രോഗ്രാമിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഞാനൊരു വീഡിയോ കണ്ടു സോഷ്യൽ മീഡിയയിൽ. 3-4 പട്ടികൾ ചേർന്ന് ഒരു കുട്ടിയെ വലിച്ച് ഇടുന്ന ഒന്ന്. അത് അങ്ങനെ സാധാരണ രീതിയിൽ ഒരു പട്ടികൾ ചേർന്ന് അങ്ങനെ ചെയ്യില്ല. എന്നിട്ടും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒട്ടേറെ മെന്റൽ പ്രോഗ്രാമുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷെ സാധാരണ രീതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും മറ്റൊരു ജീവിയുടെയോ സ്വന്തം ജീവിവർഗത്തിന്റെ തന്നെയോ ഒരു കുഞ്ഞിനെ കണ്ടാൽ അതിനോട് വാത്സല്യമാണ് തോന്നുന്നത്. വാത്സല്യത്തിൽ ലീനമായിരിക്കുന്ന മറ്റൊരു വികാരമാണ് കരുണ എന്നുള്ളത്, മറ്റൊരു വികാരമാണ് കരുതൽ എന്നുള്ളത്, മറ്റൊരു വികാരമാണ് ദാനം എന്നുള്ളത്. അപ്പോ ഈ വാത്സല്യം എന്നുള്ളൊരവസ്ഥ ഈ അഫിനിറ്റിയുടെ, അടുപ്പത്തിന്റെ ഒരു മുഖമാണ്. സൗഹൃദങ്ങള് അടുപ്പത്തിന്റെ ഭാഗമാണ്. നേരത്തെ നമ്മൾ സംസാരിച്ച പ്രണയത്തിന്റെ ഭാവങ്ങൾ എന്ന് പറയുന്നത് അഫിനിറ്റിയുടെ ഭാഗമാണ്. ലൈംഗികത അഫിനിറ്റിയുടെ ഭാഗമാണ്. അതിനൊക്കെ പർപ്പസുകളുണ്ട്, അതിനൊക്കെ കൃത്യമാണ്. ലൈംഗികത എന്നുള്ളത് നമ്മുടെ വംശവർദ്ധനവിന് വേണ്ടിയിട്ടില്ല, വംശം നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു കാര്യമാണ്. പരിചയങ്ങൾ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ബന്ധത്തിൽ സമൂഹത്തെ സുദൃഢമാക്കി നിലനിർത്തുന്ന, ഐക്യദാർഢ്യത്തെ നിലനിർത്തുന്നതിന്റെ ആവശ്യമാണ്. ഞാൻ എന്റെ പരിസരത്തോടുള്ള ഇഷ്ടം, എന്റെ പ്രദേശത്തോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഞാനും എന്റെ പരിസരവും തമ്മിലുള്ള ഒരു വല്ലാത്തരതരം ബന്ധമുണ്ട്. ആ ബന്ധത്തെ നിലനിർത്തുന്നത് എന്റെ പാരിസ്ഥിതികമായ ആവശ്യമാണ്. അപ്പോ ഈ അഫിനിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയിലെ ഓരോ ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. വംശബന്ധത്തെ നിലനിർത്താൻ, കുലത്തിന്റെ ബന്ധത്തെ നിലനിർത്താൻ, പാരിസ്ഥിതിക ബന്ധത്തെ നിലനിർത്താൻ, സാമൂഹിക ബന്ധത്തെ നിലനിർത്താൻ, വ്യക്തിബന്ധത്തെ നിലനിർത്താൻ, കോശങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്താൻ, ജീവന്റെ ബന്ധത്തെ നിലനിർത്താൻ, ഇങ്ങനെ പലതരം ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രകൃതിയിൽ അഫിനിറ്റി അല്ലെങ്കിൽ അടുപ്പം എന്നുള്ള വികാരം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടായിക്കഴിഞ്ഞു. ആദ്യം അഗാപ്പയുടെ ഒരു അവസ്ഥയിൽ നിൽക്കൽ എല്ലാവർക്കും നന്മയുണ്ടാകുന്ന ഒരു സ്നേഹം എന്നുള്ള രീതിയിലാണ് കാണുന്നതെങ്കിൽ, പിന്നെ അതിനോട് സഹാനുഭൂതി, ദീനാനുകമ്പ തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെയും നമ്മൾ അടുക്കുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നല്ല വീക്ഷണങ്ങൾ, നല്ല പ്രഭാവങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവരോട് കരുണ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിൽ ആർദ്രമാകുന്നു, നമുക്ക് കുറച്ചുകൂടെ പൊരുത്തമുണ്ടാകുന്നു, നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കാൻ ആകുന്നു. പരിചയമാകുമ്പോൾ കുറച്ചുകൂടെ ആഭിമുഖ്യം വരുന്നു.
അത് അഫിനിറ്റി അല്ലെങ്കിൽ അടുപ്പം നിർമ്മ അഭിമുഖമായത് തമ്മിലുള്ള ബോണ്ടിങ് തുടങ്ങുന്നു. സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ശാരീരികമായിട്ടുള്ളോ പാരിസ്ഥിതികമായിട്ടുള്ളതോ സാമൂഹികമായിട്ടുള്ളോ കുലപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രപരമായിട്ടോ ഉള്ള ആ ഒരു ബന്ധമാണ് അഫിനിറ്റി എന്ന് പറയുന്നതെങ്കിൽ, ഈ ബന്ധത്തിനും അപ്പുറത്ത് ഞാൻ ഒരു ചലനം നടത്തുന്ന സമയത്ത് ആ ചലനത്തിനനുസരിച്ച് തുടർന്നുള്ള ചലനം ചെയ്യാൻ, ഇംപ്രവൈസ് ചെയ്യുന്ന ചലനം. കാരണം ഞാൻ പ്രകൃതിയിൽ ഒരു ചലനം നടത്തുന്നത് പ്രകൃതിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല. എന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണെന്ന് ഞാൻ ചിന്തിക്കുമെങ്കിലും എന്റെ ആവശ്യത്തിന് വേണ്ടിയോ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, പ്രകൃതിയുടെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനൊരു ചലനം നടത്തുമ്പോൾ ആ ചലനത്തെ തുടർന്ന് വേറൊരു അതിനോട് സാമീപ്യത്തിലുള്ള മറ്റൊരു ജീവി, മറ്റൊരു വ്യക്തി, മറ്റൊരു സാധനം, മറ്റൊരു സാഹചര്യം അതിനനുസരിച്ച് ചലിച്ചാൽ മാത്രമേ ഈ ചലനം ഒരു ധർമ്മം എന്നുള്ള രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ഞാനൊരു ചെക്ക് എഴുതാനായിട്ട് ഞാനിങ്ങനെ ചെക്ക് എടുത്തു വെച്ച് പേന തപ്പുന്ന സമയത്ത് പേനയില്ല. അപ്പൊ പേന ഞാനിങ്ങനെ അടുത്ത് നിൽക്കുന്ന ആളുടെ നേരെ കയ്യൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ അയാൾ പേന എടുത്ത് കയ്യിൽ തരും. ഇത് ഇംപ്രവൈസേഷൻ ആണ്. ഞാൻ ചെയ്യുന്നതിനെ തുടർന്ന് അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഉദാഹരണം ഒരു പാർട്ടിയുടെ ആളുകളെല്ലാം ചേർന്നിട്ട് അവിടെ ഒരു ബാനർ കിട്ടാൻ പോവാണ്. അപ്പോ ഒരാൾ പറയുന്നത് നമുക്ക് ഇവിടെ അങ്ങ് കെട്ടിയാലോ എന്ന് പറയുന്ന ഉടനെ തന്നെ അടുത്തൊരാൾ പറയും അവിടെയൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, ഇവിടെ. നമുക്ക് അങ്ങനെ പറഞ്ഞാണ് ശീലം. ഒരാൾ പറയുന്നതിനെ കൗണ്ടർ ചെയ്തിട്ട് മറ്റൊരു രൂപത്തിലേക്ക് ആക്കി തീർക്കാനാണ് നമുക്ക് താല്പര്യം. അതേസമയം ഇപ്പൊ വീടുകളിൽ നമുക്ക് കാണാം, ഭാര്യ ഒരു കാര്യം പറഞ്ഞ് നേരെ തിരിച്ചായിരിക്കും ഭർത്താവ് പറയാം, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ് നേരെ തിരിച്ചായിരിക്കും ഭാര്യ പറയാം. ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതിന് മൂന്നാമതും നാലാമത്തെ അഭിപ്രായമായിരിക്കും മക്കൾ പറയാം. ഇംപ്രവൈസ് ചെയ്യുമ്പോഴാണ് സാമൂഹ്യമായിട്ടുള്ള ബന്ധത്തിന്റെ ദൃഢത വരിക. നമ്മൾ പറഞ്ഞു, പ്രകൃതിയിൽ സ്നേഹം എന്നുള്ള ആ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത് ഇടുകി വഴുകി ഒഴുകി പോകാനും ഇവിടെയുള്ള പ്രതിഭാസങ്ങളെല്ലാം ഒഴുകി എല്ലാം തുടർന്ന് കൊണ്ടുപോകുവാനും വേണ്ടിയാണ്. അവിടെയാണ് നമുക്ക് സുസ്ഥിരത ഉണ്ടാവുക, അവിടെയാണ് സമാധാനം ഉണ്ടാവുക, അവിടെയാണ് ആരോഗ്യം ഉണ്ടാവുക. ഈ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. എന്നാൽ പരസ്പരം കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ, ഒരു കുടുംബത്തിലെ ആളുകൾ, ദമ്പതികൾ പരസ്പരം കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഈ ഒഴുക്കുണ്ടാവില്ല. ഫ്രിക്ഷൻ ഉണ്ടായാൽ ചൂടുണ്ടാവും, ചൂടുണ്ടായാൽ ഭിന്നത ഉണ്ടാവും, പൊട്ടിത്തെറിക്കും. പിന്നെ ആ സിസ്റ്റം ഉണ്ടാവില്ല, വ്യവസ്ഥ തെറിച്ചു പോകും, വ്യവസ്ഥ രണ്ടായി പിരിഞ്ഞു പോകും. ഇത് സുസ്ഥിരതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒന്നാണ്. അപ്പോ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒന്നിന്റെ ചലനത്തെ, ഈ സ്നേഹം എന്തിനാണെന്ന് പറഞ്ഞല്ലോ, ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് പോകുന്ന സമയത്ത് ഇഴുകി വഴുകി ഒഴുകി പോകാനാണ്. ഈ വഴുകി ഒഴുകി പോകണമെങ്കിൽ ഇതിന്റെ ഒഴുക്കിനെ തുടർന്നുള്ള ഒഴുകാൻ ഇതിന് കഴിയണം. ഇതിന്റെ ഒഴുക്കിനെ തുടർന്നൊഴുകാൻ ഇതിന് കഴിയുമ്പോഴാണത് ഇംപ്രവൈസേഷൻ ആവുക. ഞാനൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ അത് ഫിക്സ് ചെയ്ത് ആലോചിക്കൽ ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്ന അടുത്ത ചോദ്യം വന്നാൽ മതി. നമ്മൾ മൈമുകൾ, ഈ നാടക പരിശീലനത്തിന്റെ ഭാഗമായിട്ട് മൈമുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തരോട് ആ പരസ്പരമുള്ള ആ ചലനാത്മകതയുടെ ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ഒരാള് ഒരു കാര്യം ചെയ്യുന്നു, അപ്പോ ഒരാള് വെള്ളം കോരുന്നു, ഒരാളെ അവിടെ ചെന്ന് കാണിക്കുകയാണ്, ഇങ്ങനെ വെള്ളം കോരുന്നതായിട്ട് കാണിക്കുന്നു. വെള്ളം കോരിയിട്ട് ബക്കറ്റ് എടുക്കുന്നു. അപ്പൊ അടുത്ത ആള് ചെന്നിട്ട് ഒന്ന് രണ്ട് ബക്കറ്റ് എടുത്ത് അവിടെ വെക്കുന്നതായിട്ട് കാണിക്കും. അപ്പൊ മൂന്നാമത്തെ ആള് പോയിട്ട് ഈ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കും. എന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്നതിന്റെ തുടർച്ചയാണ് അടുത്ത ആൾ ചെയ്യേണ്ടത്, അടുത്ത ആൾ ചെയ്യുന്നതിന്റെ തുടർച്ചയാണ് അടുത്ത ആൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? ഒരാൾ ചെയ്യുന്നു, അത് തന്നെ മറ്റേ ആൾ ചെയ്യും, ഒന്നുകിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ടും, അല്ലെങ്കിലോ ഇതിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യും. ഇതിന്റെ തുടർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാന പരിസ്ഥിതി പ്രവർത്തകനാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ നടന്ന് ചെടികൾ വെച്ചിട്ട് പോകും. അടുത്ത ആഴ്ച ഗുരുവായൂരപ്പൻ പോകുന്ന കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തൊഴിലുറപ്പുകാർ പണിക്കിറങ്ങും, ഈ വെച്ച ചെടികളെല്ലാം മായ്ച്ചു കളയും. ഇതെങ്ങനെയാണ് ഇംപ്രവൈസ് ചെയ്യലാവുക? ഇത് കുടുംബങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്, ഇംപ്രവൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നമുക്ക് വേണ്ടത് ഇംപ്രവൈസേഷൻ ആണ്, ഒന്നിനെ തുടർന്ന് മറ്റൊന്നായി തീരുന്നൊരവസ്ഥ. അതിന് പ്രധാനമായും വേണ്ടത് നമുക്ക് വിധേയത്വമാണ്. നമ്മുടെ മുന്നിൽ നടക്കുന്ന ചലനങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ ചലനങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നിൽ കാണുന്ന ആളുകളെ അംഗീകരിക്കാനുള്ള ആ ഒരു അക്സെപ്റ്റൻസിന്റെ ഒരു അവസ്ഥ. അക്സെപ്റ്റൻസ് മാത്രമാണോ അത്? അല്ല, അതിനെ തുടർന്ന് നിൽക്കാനുള്ള വിധേയത്വം നമുക്കുണ്ടാവണം. അതിനാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയാം. ആ സസെപ്റ്റബിലിറ്റിയുടെ ഒരു വഴി പോകുന്ന സമയത്താണ് പ്രകൃതിയുടെ ഒഴുക്ക് സ്വാഭാവികമായിട്ട് ഒഴുകുക. ഒരു വീട്ടിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നതിനെ തുടർന്ന് അമ്മ ചെയ്യുകയാണെങ്കിൽ, അമ്മ പറയുന്നതിനെ തുടർന്ന് മക്കളും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒഴുക്ക് നല്ല രസമായിരിക്കും.
നല്ല വിധേന ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് കാണാൻ കഴിയും. അച്ഛനും അമ്മയും ഓരോന്ന് പറയുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ പ്രക്ഷുബ്ധത കൂടും, സമാധാനം പോകും, നിലനിൽപ്പ് നഷ്ടമാകും. പിന്നെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒരിടത്ത് ജീവിക്കും. അത് നിലനിൽപ്പല്ല. അപ്പോ നമുക്ക് വേണ്ടത് ആ ചേർച്ചയാണ്. നമുക്ക് ഇവിടെ ഈ ജനാധിപത്യത്തിന്റെ ഒരു കാലത്ത് നമുക്ക് ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകാനാണ് താല്പര്യം. നമുക്ക് രാജഭരണത്തോട് വിയോജിപ്പാണുള്ളത്. അതൊക്കെ വെറും പൊളിറ്റിക്സാണ്. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ കാര്യത്തിൽ ഒന്നിനോടൊന്ന് വിധേയപ്പെട്ട് നിന്നാൽ മാത്രമേ പ്രകൃതിയുടെ ഈ കെട്ടുറപ്പ് നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ കെട്ടുറപ്പ്, എന്റെ ശരീര ഘടകങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തന്നെ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവുക. എന്റെ ഒരു കാലം മുൻപോട്ട് പോകുമ്പോൾ അതിനോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്റെ മറ്റേ കാൽ പുറകോട്ട് പോയാൽ മാത്രമേ എന്റെ നടത്തം നടക്കുകയുള്ളൂ. എന്റെ കാൽ മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാൻ നിനക്ക് പകരമായിട്ട് ഞാൻ പുറകോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ വലത്തേക്കാണ് പോവുക അല്ലെങ്കിൽ ഇടത്തേക്കാണ് പോവുക എന്ന് മറ്റേ കാല് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ തെറ്റി, ശരീരം ഛിദ്രമായി. ഇത് തന്നെയല്ലേ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്, ഇത് തന്നെയല്ലേ നമ്മുടെ അറിവിൽ സംഭവിക്കുന്നത്, ഇത് തന്നെയല്ലേ നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിലൊക്കെ സംഭവിക്കുന്നത്. അവിടെയെല്ലാം പ്രക്ഷുബ്ധതകൾ ഉണ്ടാവുന്നത്. ഈ പ്രക്ഷുബ്ധതയുടെ മറുപക്ഷമാണ് ഞാൻ ഈ പറയുന്ന ആ ഒരു വിധേയത്വം എന്ന് പറയുന്നത്. വിധേയത്വം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉയർന്ന മൂല്യമുള്ള ഒരു ഭാവമാണ്. വിധേയത്വം എന്ന് പറയുന്നത് സസെപ്റ്റബിലിറ്റി. ഒരാൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, അയാൾ പറയുന്നത് ശരിയല്ല എന്ന് വാദിക്കാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ അയാൾ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അയാൾ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ അയാൾ പറയുന്നു എന്നുള്ള അയാളുടെ ശരിയാണ്, അതിനെ അതുപോലെ സ്വീകരിച്ചാൽ പോരെ, ആയിക്കോട്ടെ എന്ന് പറയാനുള്ള മാനസികാവസ്ഥ, എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്. വെറും മാനസികാവസ്ഥയല്ല, അയാൾ തെറ്റാണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്, ആയിക്കോട്ടെ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണമെങ്കിൽ അതിന് കാരണമാകുന്നത് എന്താണ്? ഞാൻ ലോകത്ത് എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, എന്തിനു നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള എനിക്കുള്ള സ്ഥായിയായ ബോധമാണ്. ആ ബോധമുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് അങ്ങനെ പറയാൻ, മറ്റൊന്നിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അക്സെപ്റ്റൻസോടുകൂടി, നാം സ്വീകാര്യതയോടുകൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് വിധേയത്വം ഉണ്ടാക്കാൻ കഴിയും. ഗുരുവിനോട് ശിഷ്യനുള്ളത് വിധേയത്വമാണ്, ഇണയോട് മറ്റൊരു ഇണയ്ക്കുള്ളത് വിധേയത്വമാണ്, കുഞ്ഞിനോട് അച്ഛനും അമ്മയ്ക്കുമുള്ളത് വാത്സല്യമാണ്, അവിടെയും വിധേയത്വം ഉണ്ട്. അച്ഛനും അമ്മയോട് കുഞ്ഞിനുള്ളത് വിധേയത്വമാണ്, രാജാവിനോട്, നൃപനോട് പ്രജയ്ക്കുള്ളത് വിധേയത്വമാണ്, ഭരണാധികാരിയോട് പൗരനുള്ളത് വിധേയത്വമല്ല, പ്രതിപക്ഷ സ്വഭാവമാണ്. അവിടെ ഈ സാധനം നിൽക്കില്ല, അത് പ്രാകൃതീയമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ വിധേയത്വം എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ വിധേയത്വത്തിന്റെ തന്നെ കുറച്ചുകൂടെ ഉയർന്ന പൂർണ്ണമായ ഒരു രൂപത്തെയാണ്, പൂർണ്ണമല്ല കുറച്ചുകൂടി വിപുലമായ രൂപത്തെയാണ് നമ്മൾ ആദരം എന്ന് പറയുക. ആദരം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ റെസ്പെക്ട് എന്ന് പറയും. റീസ്പെക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഒന്നിനെ നമ്മൾ ഭൗതികമായി കാണുന്നതിലും അപ്പുറത്ത് വീണ്ടും അതിനെ കാണുന്നു, വീണ്ടും അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണുന്ന, ഒന്നിനെ കാണുന്ന ശരീരഘടനയിൽ ഒതുങ്ങുന്നതല്ല, അതിലും വിപുലമായ ഒരു മഹാപ്രതിഭാസമാണ് ഇത് എന്നറിഞ്ഞുകൊണ്ട് അതിനെ കാണുന്ന, ഓരോന്നിനും അതിന്റെ ലീനമൂല്യങ്ങൾ ഉണ്ടെന്ന് കാണുന്ന, നമ്മുടെ പറമ്പിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി പാഴ്മരമാണെന്ന് ഞാൻ കൽപ്പിക്കുന്നതിന് പകരം അത് കൽപ്പിക്കാനുള്ള ആധികാരികത എന്താണെന്ന് എനിക്ക് തോന്നലുണ്ടാകുന്ന, എനിക്ക് അത്തരം ഒരു അധികാരിയല്ല ഞാൻ എന്നറിഞ്ഞ് അതിനെ ആദരിക്കാൻ കഴിയുന്ന ഒരു ജീവി മുൻപോട്ട് പോവുകയാണെങ്കിൽ, റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ജീവി മുൻപോട്ട് പോവുകയാണെങ്കിൽ ആ ജീവിയെ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനാണ് നിർത്തേണ്ടത്, ജീവിയല്ല എന്ന രീതിയിൽ ബോധ്യമാകുന്ന ഒരു പ്രതിപക്ഷ ബോധ്യം, പ്രതിപക്ഷ ബഹളമല്ല, പ്രതിപക്ഷ ബോധ്യം. ആ മുൻപിലിരിക്കുന്നത് എന്നിലും വിപുലമായത്, എന്റെ കാഴ്ചയ്ക്കും എന്റെ അറിവിലും വിപുലമായ ഒന്നാണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മൾ റെസ്പെക്ട് എന്ന് പറയുക. ആ റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ ആ മുമ്പിൽ കാണുന്നതിന്റെ വൈപുല്യത്തെ മനസ്സിലാക്കുന്നതാണെങ്കിൽ അതിന്റെ വിശുദ്ധിയും അതിന്റെ പ്രകൃതിയുടെ കയ്യൊപ്പും കൂടെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ റവറൻസ് എന്ന് പറയുക. നമ്മൾ വിശുദ്ധ വ്യക്തിത്വം എന്നൊക്കെ പറയില്ലേ, ഈ രീതിയിൽ നമ്മൾ ഒരു മാവിനെ കണ്ടു, ആ മാവ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധിയുടെ പര്യായമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ മാവിനെ വെട്ടിക്കളയാൻ തോന്നില്ല. ആ മാവിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ, അതിന്റെ ഭൗതികമായ ഗുണത്തെ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നു. അങ്ങനെയുള്ള പ്രകൃതിയെ നമ്മൾ കണക്കാക്കുന്നത്. പ്രകൃതി എന്നുള്ളത് എനിക്ക് വേണ്ടുന്ന വിഭവങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിനെ വെട്ടിക്കളയാൻ തോന്നും. അവസാനം അടുത്ത ചൂട് വരുന്ന കാലത്ത്, അടുത്ത പ്രശ്നം വരുന്ന സമയത്ത് അയ്യോ മാവ് വെട്ടേണ്ടിയിരുന്നില്ല എന്ന് പറയും.
അതേസമയം നമ്മൾ പ്രകൃതിയെ കാണുമ്പോൾ അല്ലെങ്കിൽ മുൻപിലുള്ള ഒരു ചെടിയെ കാണുമ്പോൾ, ഒരു ചെറിയ പുൽക്കൊടിയെ കാണുന്ന സമയത്ത് അത് എന്നിലും വിപുലമായ വിശുദ്ധമായ പ്രകൃതിയുടെ ഒരു രചനയാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അവിടെ എന്റെ മനസ്സ് ആർദ്രമായി, എന്റെ മനസ്സിൽ കരുണ നിറഞ്ഞു, എന്റെ മനസ്സിൽ എമ്പതി ഉണ്ടായി, എന്റെ മനസ്സിൽ എന്താ പറയുക, അതിനോടുള്ള അടുപ്പമുണ്ടായി, വിധേയത്വമുണ്ടായി. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ വയ്ക്കുന്ന സമയത്ത് ആ വിശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ആ വിശുദ്ധ കൽപ്പന എന്നുള്ള രീതിയിൽ റെവറൻസ് എന്നുള്ളൊരു അവസ്ഥ വരുന്നത്. നമുക്ക് പ്രകൃതിയോട് ഉണ്ടാകേണ്ടത് ഈ റെവറൻസ് ആണ്. നിങ്ങൾ ഭൗതികവാദി ആണെന്നിരിക്കട്ടെ, ആണെങ്കിൽ തന്നെ നിങ്ങൾ കേവലം ഒരു ഭൗതികവാദി ആണെങ്കിൽ പോലും നിങ്ങളുടെ നിലനിൽപ്പിന് ഇവിടെ നിങ്ങൾക്ക് പ്രകൃതിയുമായി ചേർന്ന് പോകണമെങ്കിൽ ഈ വിധേയത്വം നിറഞ്ഞ ആ വിശുദ്ധ കൽപ്പനയുണ്ടാകണം. ആ വിശുദ്ധ കൽപ്പനയാണ് നമ്മൾ റെവറൻസ് എന്ന് പറയുക. ഈ രീതിയിൽ പ്രകൃതിയെ കാണുന്ന കാഴ്ചയാണ്, ആ രീതിയിലുള്ള ആ പ്രകൃതിയുടെ ബന്ധവും നമ്മളും പ്രകൃതി എന്നുള്ള ബന്ധത്തെ കുറിച്ച് അറിയുന്ന ആ ഒരു കാഴ്ചപ്പാടിനെയാണ് റെവറൻഷ്യൽ ഇക്കോളജി എന്ന് പറയുക. വിശുദ്ധമായി പ്രകൃതിയെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് റെവറൻഷ്യൽ ഇക്കോളജി എന്ന് പറയുന്നത്, വിശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത്. അത് ആഴപ്രകൃതി ആഴപ്രകൃതി എന്നുള്ള കാഴ്ചപ്പാടിന്റെ തൊട്ടടുത്ത സ്റ്റേജാണ് ഈ പറയുന്ന ഒരു അവസ്ഥ. അപ്പോ വിശുദ്ധ പ്രകൃതിയെ, നമ്മൾ ആ വിശുദ്ധമായ പ്രകൃതിയെ തിരിച്ചറിയാനുള്ള ആ ഒരു തുറവി നമുക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുമായി ലീനതയിലായി. ഞാൻ പ്രകൃതിയുമായി സുതാര്യതയിലാകുന്ന സമയത്ത് എന്റെ ഇച്ഛകളെന്തോ, എന്റെ ആവശ്യങ്ങളെന്തോ, എന്റെ കൽപ്പനകളെന്തോ, എന്റെ വഴികളെന്തോ ഇതെല്ലാം പ്രകൃതിക്ക് മനസ്സിലാകും. എന്നെ അതിന്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ച പ്രകൃതിക്ക് എന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാവുകയും അതിനെ നടപ്പിലാക്കി തരികയും ചെയ്യും. നിങ്ങൾ ഈ ആൽക്കമിസ്റ്റ് എന്നുള്ള ഒരു നോവലൊക്കെ പരക്കെ വായിച്ചിട്ടുണ്ടാവും, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അറിയുന്നവരായിരിക്കുമല്ലോ. ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നതിന്റെ പുറകിൽ ഇതാണ് സംഭവിക്കുന്നത്. പ്രകൃതിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രകൃതിയാകുന്ന മഹാകൂടിനകത്ത് അതിന്റെ ഒരു കോശമായി ഉരുവാക്കിയ നമ്മൾ പ്രകൃതിയിൽ നിന്ന് വിച്ഛേദിതമായി ഞാൻ മാത്രമായിരിക്കുന്ന ഒരു ജീവിയാണെന്ന് കൽപ്പിച്ച് ജീവിക്കുന്നു. പകരം നമ്മൾ സ്നേഹത്തിന്റെ ഭാവം ഉപയോഗിച്ചിട്ട് വിശുദ്ധ കൽപ്പനയിലൂടെ, വിധേയത്വത്തിലൂടെ, അടുപ്പത്തിലൂടെ, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല പരിചയത്തിലൂടെ, കരുണയോടെ, സഹാനുഭൂതിയോടെ നമ്മൾ അതിനോട് ചേർന്ന് പോവുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു അടുപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രകൃതി ഈ അടപ്പുകളെല്ലാം തുറന്നു തരും. നമ്മൾ യുക്തി ഉപയോഗിച്ചിട്ട് ഓരോ സ്ഥലത്തും അടപ്പുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബുദ്ധി എപ്പോഴെല്ലാം വർക്ക് ചെയ്യുന്നു അപ്പോഴെല്ലാം ഓരോ അടപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അടപ്പുകൾ തുറന്നു തരും, സുതാര്യമായ ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മളും പ്രകൃതിയും തമ്മിലൊരു നേർബന്ധത്തിലാവും. എന്റെ ശരീരത്തിന്റെ ഒരാവശ്യം, എന്റെ ഒരാവശ്യം എന്റെ ശരീരത്തിലെ ഒരു അവയവത്തിന് മനസ്സിലാകുമ്പോഴാണ് എനിക്ക് വേണ്ടത് ചെയ്യാൻ ശരീരത്തിന് കഴിയുക. അപ്പോഴാണ് എന്റെ അവയവത്തിന് വേണ്ടത് ചെയ്യാൻ എനിക്കും കഴിയുക. ഇതുപോലെ പ്രകൃതിയുടെ അവയവമായ എനിക്ക് എന്തു വേണമെന്ന് പ്രകൃതിക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനും പ്രകൃതിയും തമ്മിൽ സുതാര്യതയിലാകണം. അതിന് എന്റെ ഉള്ളിൽ ഒരു വിശുദ്ധ കൽപ്പന ഉണ്ടായിരിക്കണം. ഇതിനുമൊക്കെ അപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത്, ഇവയെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വികാരമുണ്ട്, സ്നേഹത്തിന്റെ പരമമായ രൂപം. ആ പരമമായ രൂപത്തിന്റെ പേരാണ് ഭക്തി. നമുക്ക് ഭക്തിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ കരുണാമയരായിരിക്കും. ഭക്തിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹാർദ്രമായിരിക്കും. സ്നേഹവും ഉണ്ടാവും, ആർദ്രതയും ഉണ്ടാവും. നമുക്ക് കരുണയുണ്ടായിരിക്കും, കരുതലുണ്ടായിരിക്കും, വിധേയത്വം ഉണ്ടായിരിക്കും, ആദരവുണ്ടായിരിക്കും, വിശുദ്ധ കൽപ്പനയുണ്ടായിരിക്കും. അതിനകത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഒതുങ്ങിയിരിക്കുന്നത് പോലെ ഒതുങ്ങിയിരിക്കാനുള്ള ആ ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റിൽ സുരക്ഷിതമായി ഇരിക്കാനുള്ള ആ തോന്നലുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ചേർന്ന ആ വികാരമാണ് ഭക്തി എന്ന് പറയുന്നത്. നമുക്ക് പ്രകൃതിയോട് ഉണ്ടാകേണ്ടത് ഈ പരമമായ സ്നേഹരൂപമാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ എവിടെങ്കിലും കാണുന്ന ചെടിയും എവിടെയെങ്കിലും കാണുന്ന പുഴയും എവിടെയെങ്കിലും കാണുന്ന മലയുമല്ല. എന്റെ മുന്നിൽ കാണുന്ന ഓരോ ജീവിയും ഓരോ വസ്തുവും പ്രകൃതി തന്നെയാണെന്ന് അറിയുമ്പോൾ അവയോട് ഭക്തി ആദരപൂർവ്വം നിലകൊള്ളാനാകുന്ന സമയത്താണ് ഞാൻ പ്രകൃതിയുമായി ലീനതയിലാവുക, പ്രകൃതിയുടെ ധർമ്മങ്ങൾ എന്നിലൂടെ നടപ്പിലാവുക, എന്റെ ആവശ്യങ്ങൾ പ്രകൃതി അറിഞ്ഞ് നടപ്പിലാക്കി തരിക. അവിടെയാണ് എനിക്ക് സമാധാനം ഉണ്ടാവുക, അവിടെയാണ് എനിക്ക് സുസ്ഥിരത ഉണ്ടാവുക. അപ്പോ ഭക്തിയിലായിരിക്കുക എന്നുള്ളത് ഒരു അഭൗമമായ അവസ്ഥയാണ്, വിശുദ്ധമായ ഒരു അവസ്ഥയാണ്. ഈ ഭക്തിയെ നമ്മൾ മതവുമായി ചേർത്താണ് വായിച്ചിട്ടുള്ളത് ഇതുവരെ. ഭക്തിയെ മതവുമായി ചേർത്ത് വായിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അറിയാനല്ല, സ്നേഹിക്കാനല്ല, പകരം അനുസരിക്കാനാണ്.
അതിന്റെ ഗുണങ്ങളുണ്ട്. മതങ്ങൾ മനുഷ്യരെ അനുസരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പല പൊട്ടിത്തെറികളും ഇല്ലാതെ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നത്. ഞാനൊരു മതവിശ്വാസിയല്ല. അപ്പോ ഇവരെല്ലാം മതവിശ്വാസി അല്ല എങ്കിൽ പോലും ഞാൻ മതത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വലിയ ഛിദ്രതകളില്ലാതെ മതങ്ങൾ സമൂഹം വലിയ ഛിദ്രതകളില്ലാതെ സമൂഹം നിലനിൽക്കുന്നതിന്റെ കാരണം മത അനുശാസനങ്ങൾ തന്നെയാണ്. അത് പലതരം മതങ്ങളുണ്ട്. വ്യവസ്ഥാപിത മതങ്ങളുണ്ട്, തൊഴിൽ മതമുണ്ട്, PSC മതമുണ്ട്, പണമതമുണ്ട്, അങ്ങനെ പല മതങ്ങളുണ്ട്. എന്തായാലും ഈ മതങ്ങൾ ആളുകളെ ഒരു പ്രത്യേക കാര്യത്തിൽ ഫോക്കസ് ചെയ്യിപ്പിച്ച് കേന്ദ്രീകരിപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത്. അപ്പോ വ്യവസ്ഥാപിത മതങ്ങൾ, ആത്മീയത പറയുന്ന വ്യവസ്ഥാപിത മതങ്ങൾ, ദൈവത്തെക്കുറിച്ച് പറയുന്ന വ്യവസ്ഥാപിത മതങ്ങളുണ്ടല്ലോ, അവർ നമ്മളെ പഠിപ്പിക്കുന്നത് അവർ മുൻപോട്ട് വയ്ക്കുന്ന ധർമ്മശാസനകളെ, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ധർമ്മശാസനകളാണ്. ആ ധർമ്മശാസനകളെ അനുസരിക്കാൻ അതിനായിട്ട് അവർ നമുക്ക് തന്നിട്ടുള്ളത് ഭയമാണ്. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ അവിടെ ഇട്ട് പൊരിക്കുമെന്നാണ് പറയുന്നത്. ഈ പൊരിക്കൽ പേടിച്ചിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഭക്തിയിലാകുന്നത്. അത്തരമൊരു ഭക്തിയല്ല നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ പറയുന്ന ഭക്തി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ലീനതയാണ്. നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലെ മാഷെ കാണുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആദരം, അത് നിരന്തരമായി ഞാൻ ആ മാഷയുടെ കൈക്കുള്ളിൽ തന്നെ ആയിരിക്കണേ എന്നൊരു പ്രാർത്ഥനയും കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന വിധേയത്വം വളരെ വിപുലമായിരിക്കും. അദ്ദേഹത്തിലെ ഒരു ദിവ്യത്വം എനിക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വിപുലത എനിക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, മഹോന്നത അവസ്ഥ എനിക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അതിൽ ലീനമായിരിക്കാൻ കഴിയും. അവിടെ എനിക്ക് ഫ്രിക്ഷൻ ഉണ്ടാവില്ല, ഞങ്ങൾക്കിടയിൽ ഒരു സുതാര്യത ഉണ്ടാവും. ഈ അവസ്ഥ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു എറുമ്പിനോട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ, ആ എറുമ്പിനോട് അനുകമ്പയും സ്നേഹവും കരുണയും വിധേയത്വവും, ആ എറുമ്പെന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണെന്നും ഈ മഹാജാലത്തിന്റെ ആ ജാലികയിലെ ഒരു കണ്ണിയാണെന്നും അതെന്റെ മുന്നിൽ എന്നോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനോട് ഭക്തിയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഭക്തി ആദരപൂർവം നിലകൊള്ളാനാകുന്ന സമയത്താണ് സ്നേഹം അതിന്റെ മഹോന്നതമായ അവസ്ഥയിലായിത്തീരുക. മുന്നിൽ കാണുന്ന ഓരോ വ്യക്തിയോടും ആദരവ് വെച്ചു പുലർത്താൻ നമുക്ക് കഴിയും. പ്രകൃതിയോട് ഭക്തി ഉണ്ടാവുന്നത് പോലെ എല്ലാ വ്യക്തിയോടും ഭക്തി ഉണ്ടാകണം എന്ന് നമുക്ക് ശഠിക്കാൻ കഴിയില്ല. ആയിക്കോട്ടെ, പക്ഷെ ആദരിക്കാനാകുമല്ലോ. അവർ ഒന്ന് കൈ തരാൻ നീട്ടുന്ന സമയത്ത് ആ കൈയോട് കൈ കോർക്കാൻ നമുക്ക് ആകുമല്ലോ. അതാണ് വിധേയത്വം എന്ന് പറയുന്നത്, ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. അതാകുമല്ലോ. എന്റെ പ്രണയിനി ഇനി എനിക്ക് വേണ്ടത് സമാധാനമാണ്, തന്റെ കൂടെയുള്ള ജീവിതമല്ല, നിന്റെ കൂടെയുള്ള ജീവിതമല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ സമാധാനത്തിന് പ്രാധാന്യം കൽപ്പിച്ച് മാറി നിൽക്കാനുള്ള പക്വത നമുക്കുണ്ടെങ്കിൽ, അതിനുള്ള വിശാലത ഉണ്ടെങ്കിൽ അവിടെയല്ലേ സ്നേഹമുള്ളത്. എന്റെ പ്രണയിനി ഇനി എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ നാളെ മുതൽ അവൾ അനുഭവമതയാകുന്ന, അവളെ കരിവാരി എറിയുന്ന, ചളിവാരി എറിയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ എന്റെ സ്നേഹം, ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹം എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോ നമ്മുടെ സ്നേഹത്തിന് തന്നെ മൂല്യമില്ലാതെയാകുന്ന സ്നേഹവും കൊണ്ട് അതാണ് ഉത്തമമായ സ്നേഹം എന്ന് കരുതി ജീവിക്കുന്നവരാണ് നമ്മൾ. അവിടെ പ്രകൃതിയുടെ നിലനിൽപ്പിന്, നമ്മുടെ നിലനിൽപ്പിന്, സാമൂഹികമായ നിലനിൽപ്പിന്, ഇതിന്റെ എല്ലാം ശാന്തിക്ക്, ഇവിടെ എല്ലാം പൂർണ്ണതയ്ക്ക്, അതിന്റെ എല്ലാം ആ സമ്പൂർണ്ണ അവസ്ഥയ്ക്ക്, അതിന്റെ ആ ഭാവാത്മകമായ സൗന്ദര്യാത്മകമായ അവസ്ഥയ്ക്ക് നമുക്കുണ്ടാവേണ്ടത് ആദരവാണ്. നമ്മൾ മുന്നിൽ കാണുന്ന സർവ്വതിനോടുള്ള ആദരവാണ്. ആ ആദരവിനെയും ചേർത്ത് സർവ്വതിനെയും ചേർത്ത് ഞാൻ നമിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്തിയാണ്. നമുക്ക് മുന്നിൽ കാണുന്ന ഓരോന്നിനോടും പ്രകൃതിയോടും ഉണ്ടാകേണ്ടുന്ന ആദരവിനെയാണ്, ആ ആദരവിൽ ഊന്നിക്കൊണ്ടുള്ള പ്രകൃതി വീക്ഷണത്തെയാണ് നമ്മൾ റെവറൻഷ്യൽ ഇക്കോളജി എന്ന് പറയുന്നത്. അതിന്റെ ഒരു പടി കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഡിവൈൻ ഇക്കോളജി എന്നുള്ള ഒരു ഡിവോഷണൽ ഇക്കോളജി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അത് കുറച്ചുകൂടെ ഉയർന്ന ഒരു തലമാണ്. അത് അറിയേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും ഒളിമ്പസിനോട് ചേർന്ന് യാത്ര ചെയ്യാം. പക്ഷെ മിനിമം നമ്മളൊരു പരിസ്ഥിതി ഗവേഷണ കേന്ദ്രം എന്ന രീതിയിൽ നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ള ഈ ഒരു ആശയം ഇതാണ്. നിങ്ങൾ ഒന്നിന്റെയും വിലയിടുന്ന ആളല്ല. ഒരു പറമ്പിന്റെ അതിരിൽ നിൽക്കുന്ന ചെടി എവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പണത്തിനു വേണ്ടി, ദ്രവ്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് അധികാരികളാണ്. പ്രകൃതി അത് നിങ്ങൾക്ക് തന്നിട്ടില്ല. പ്രകൃതി അത് നിങ്ങൾക്ക് തന്നിട്ടില്ലാത്തപ്പോൾ നിങ്ങൾ അതിനെ ഒരു സഹജീവിയായി കണ്ടറിയാനുള്ള യോഗ്യത മാത്രമുള്ള ഒന്നാണ്. അവിടെ അതിനെ ആദരിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ സുസ്ഥിരത ഉണ്ടാകുന്നത്, അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്, അവിടെയാണ് ആരോഗ്യം ഉണ്ടാവുന്നത്, അവിടെയാണ് സഹവർത്തിത്വം ഉണ്ടാവുന്നത്, അവിടെയാണ് സുരക്ഷ ഉണ്ടാവുന്നത്. ഇതിലേക്ക് എത്തണമെങ്കിൽ
നമ്മുടെ ഉള്ളിലുള്ള ഈ സ്നേഹം എന്ന വികാരത്തിന്റെ ആ ശുദ്ധീകരണം നടത്തും. ആ ശുദ്ധീകരണം നടന്നെത്തേണ്ടുന്ന ഇടമാണ് റവറൻഷ്യൽ ഇക്കോളജി, അല്ലെങ്കിൽ ആദരപൂർണമായ പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിയെ ആദരവോട് കാണുന്ന ആ മാനസിക പശ്ചാത്തലമാണ് റവറൻഷ്യൽ ഇക്കോളജി എന്ന് പറയുന്നത്. ആ റവറൻഷ്യൽ ഇക്കോളജിയുടെ ആ ബോധതലത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് തുടർന്ന് യാത്ര ചെയ്യാൻ നിങ്ങൾക്കായി ഭക്തിയുടെ ഒരു ലോകം കാത്തിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിടയിലുള്ള ചോദ്യോത്തരയിലൂടെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതുവരേക്കും ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.